കൊല്ലം അഞ്ചലിൽ കാട്ടുപന്നിയുടെ ജഡവുമായി അഭിഭാഷകൻ പിടിയിൽ. പുനലൂർ ബാറിലെ അഭിഭാഷകനും ഭാരതിപുരം സ്വദേശിയുമായ അജിലാലാണ് വനംവകുപ്പിന്റെ പിടിയിലായത്. ഇയാളുടെ കാറിൽ നിന്ന് 100 കിലോയിലധികം തൂക്കം വരുന്ന കാട്ടുപന്നിയെ കണ്ടെത്തി. പന്നിപ്പടക്കം വെച്ചാണ് കാട്ടുപന്നിയെ കൊന്നതെന്ന് അഭിഭാഷകൻ മൊഴി നൽകിയിട്ടുണ്ട്. എസ് വിനീഷ് ചേരുന്നു കൊല്ലത്ത് നിന്ന് വിവരങ്ങളുമായി. വിനീഷ്, ഇവിടെ തിരുവനന്തപുരത്ത് ഒരു അഭിഭാഷകൻ ഒരു വനിതാ അഭിഭാഷകയെ ആക്രമിച്ച കേസിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിപ്പോൾ കാട്ടുപന്നിയെ കൊന്ന് അതിന്റെ ജഡവുമായി പോകുന്നതിനിടെ മറ്റൊരു അഭിഭാഷകൻ കൊല്ലത്ത് പിടിയിലാകുന്നു. എങ്ങനെയാണ് ഇയാൾ പിടിയിലായത്? കൂടെ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ? തീർച്ചയായും ടോം, നിയമങ്ങളെല്ലാം അറിയാവുന്ന ഒരു അഭിഭാഷകമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കൊല്ലത്ത് നിന്നും ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വാർത്ത. ഇത് ഭാരതീപുരം സ്വദേശിയായ അഡ്വക്കേറ്റ് അജിലാലാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഇയാൾ പുനലൂർ കോടതിയിലെ അഭിഭാഷകനാണ്. കാട്ടുപന്നിയെ കൊന്ന് കാറിൽ കടത്തുന്നതിനിടയിലാണ് ഇയാളെ പിടികൂടിയത്. അഞ്ചൽ വനപാലകർക്ക് ലഭിച്ച ഒരു രഹസ്യ വിവരത്തെ തുടർന്നുള്ള ഒരു പരിശോധനയിലാണ് കുളത്തൂപ്പുഴ റേഞ്ചിൽ നിന്നും ഈ അഭിഭാഷകൻ പിടിയിലായിരിക്കുന്നത്. ഏഴാംകുളം ഭാഗത്ത് വനമേഖലയിൽ നിന്നുമാണ് ഇയാൾ പന്നിയെ പിടികൂടിയത് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. പടക്കം ഉപയോഗിച്ച് കാട്ടുപന്നിയെ പിടികൂടുകയായിരുന്നു എന്നാണ് വനം വകുപ്പ് പറയുന്നത്. അഞ്ചൽ റേഞ്ച് ഓഫീസർ അജികുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ പ്രതിയെ പിടികൂടിയത്. എന്തുവായാലും ഇനിയിപ്പോൾ ഇതിന്റെ നിയമ നടപടികൾ ഒക്കെ ഉണ്ടിട്ടും അതിനുശേഷം ഇയാളെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് വനപാലകർ പറയുന്നത്. ഇതുപോലെ തന്നെ ടോം ഇപ്പോൾ സൂചിപ്പിച്ചത് പോലെ തന്നെ ഈ അഭിഭാഷകനോടൊപ്പം ഈ പ്രതിയോടൊപ്പം മറ്റ് ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതിനെ കുറിച്ചെല്ലാം ഇപ്പോൾ കൃത്യമായി അന്വേഷിച്ചു വരികയാണ്. വ്യക്തമാണ്. എസ് വിനീഷാണ് വിവരങ്ങൾ നൽകിയത്.